പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ സംഘടനകളായിട്ടുള്ള യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായ സമരങ്ങളുമായി ഇന്നലെ മുതൽ രംഗത്തുണ്ട്. ഇതിൽ സമരങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും K മുരളീധരൻ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ UDF കോൺഗ്രസ് നേതാക്കന്മാരുടെയും ശക്തമായ പ്രതിഷേധവും പ്രതികരണങ്ങളും വന്നിട്ടുള്ളതുമാണ്. പിന്നെ ഇതിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും സ്കൂളിലെ അധ്യാപകർക്കും വീഴ്ച സംഭവിച്ചു എന്ന് ആർഷ പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന്. ഇവിടെ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ പഞ്ചായത്തിലെ പൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് AE കൊടുത്ത ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത കാര്യത്തിലും അന്വേഷണം നടക്കണം. ഈ അന്വേഷണം നടക്കണം, ശക്തമായ നടപടി ഉണ്ടാകണം, ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണം എന്നുള്ളത് കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ഓരോ അപകടങ്ങളിലും, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, ഇതിനു മുമ്പ് കേരളത്തിലെ ഒരു സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്ത് ഒരു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യത്തിലും, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്നു പേരായ ഒരു വീട്ടമ്മ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ അന്വേഷണം നടത്തും, ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഏതൊക്കെ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചു? നമ്മുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ ആദ്യം തന്നെ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട നാവുകളെല്ലാം സർക്കാരിന് വീഴ്ച വന്നിട്ടില്ല, സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്ന് പറയാറ്. കോട്ടയത്തും സിസ്റ്റം ഫെയിലിയർ ആയിരുന്നു. തൊട്ടടുത്ത ദിവസം മന്ത്രി VN വാസവൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി തള്ളിയിട്ടതല്ലല്ലോ ഹോസ്പിറ്റൽ കെട്ടിടമെന്ന്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം പറയുക. ഈ വകതിരിവില്ലാത്ത ആളുകൾ കേരളം ഭരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപകടം ഏത് സമയത്തും സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. പക്ഷേ അപകടമുഖത്ത് ഒരു 13കാരൻ്റെ മരണത്തിൽ കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയ ഭേദമന്യേ പകച്ചു നിൽക്കുമ്പോൾ, വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, സങ്കടത്തോടെ നിൽക്കുമ്പോൾ, ആ കുട്ടിയെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച കൊല്ലം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി ചിഞ്ചു റാണി ആ നിലപാട് ഇന്നാണ് തിരുത്തിയത്. ചിഞ്ചു റാണിയുടെ ഇന്നലത്തെ നിലപാട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? വകതിരിവില്ലാതെ ആ കുട്ടിയുടെ മരണത്തെ പോലും ആക്ഷേപിച്ചാൽ നടപടി സ്വീകരിക്കണ്ടേ? ആ കുട്ടി മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷവും പാർട്ടിയിലെ പ്രവർത്തകരോടൊപ്പം സൂംബ ഡാൻസ് കളിച്ച ആ മന്ത്രിയുടെ മനസാക്ഷി എന്താണ്? അവർക്ക് മനസാക്ഷി എന്നുള്ളതുണ്ടോ? ഇല്ല. അതിന് സമാനമാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പേരായ ഒരു വീട്ടമ്മ ആ കെട്ടിടത്തിനുള്ളിൽ പെട്ട് കിടക്കുമ്പോഴും 2 മണിക്കൂറോളം സർക്കാരിന്റെ PR എക്സസൈസിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയ ആരോഗ്യമന്ത്രിയുടെയും VM വാസവന്റെയൊക്കെ മനോനിലയും മന്ത്രിമാരുടെ ഒക്കെ മനോനില ഇതിന് സമാനമാണ്. കേരളത്തിൽ ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ ആ അപകടത്തിൽപ്പെട്ട മനുഷ്യരോട് അനുഭാവപൂർവ്വം ഒന്നും സംസാരിക്കാതെ, ആ സങ്കടത്തെ ഒന്നും മനസ്സിലാക്കാതെ, അങ്ങനെ വരുന്ന അപകടങ്ങളൊക്കെ സർക്കാരിനെതിരെയുള്ള ആയുധങ്ങൾ ആയാലോ എന്ന് പേടിച്ച് മുൻപേ കൂട്ടി പരിചയമായിട്ട് പ്രതികരിക്കാൻ വരുന്ന ഈ മന്ത്രിമാർ വകതിരിവില്ലാത്ത മനുഷ്യരാണ്. അപ്പം നടപടി എവിടം വരെ വരും? ആർഷോ അതിന് മറുപടി പറയണം. ഇതിൽ പന്നിക്കണി വിഷയത്തിൽ, പന്നിക്കണിയിൽ പരിക്കേറ്റ് ഷോക്കടിച്ച് മരിച്ച കുട്ടിയുടെ വിഷയത്തിൽ അതിൽ ഉത്തരവാദിത്ത ലംഘനം നടത്തിയ പരാതി മുൻകൂട്ടി കിട്ടിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്ന KSEBയിലെ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ? അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ പ്രതി മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും അതിൽ അനാസ്ഥ കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ? നടപടികൾ ഏതറ്റം വരെയായി? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 3 നില കെട്ടിടം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റണമെന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്ത് PWD വകുപ്പിനെ ഏൽപ്പിച്ചിട്ടും അത് പൊളിച്ചു മാറ്റാതിരുന്ന അനാസ്ഥയുടെ ഉത്തരവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാണ് ആ ഇടിഞ്ഞു വീണ കെട്ടിടം പൊളിച്ചു മാറ്റാതെ ആ ഇടിഞ്ഞു വീഴാൻ സമാന സാഹചര്യം ഒരുക്കിയ ആ PWD ഉദ്യോഗസ്ഥർ, ആ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചോ? നടപടികളല്ലേ നമുക്ക് വേണ്ടത്? മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. മേലിൽ ആവർത്തിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു, അത് തന്നെ ആർഷോയെ പോലുള്ള പാർട്ടി വക്താക്കളും പറയുന്നു, താഴെ തട്ടിലുള്ള നേതാക്കന്മാരും പറയുന്നു. അതിനപ്പുറത്ത് ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. മറുപടി എങ്ങനെയാ? ആളുകളെ തൃപ്തിപ്പെടുത്തണ്ടേ? തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മരിച്ച മനുഷ്യനോട് നീതി കാണിക്കാവുന്ന രീതിയിലെങ്കിലും ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള സംസാരവും പെരുമാറ്റമെങ്കിലും ഉണ്ടാകണം. വകതിരിവ് നഷ്ടപ്പെടുന്നത് ധാർഷ്ട്യമുള്ളത് കൊണ്ടാണ്. ധാർഷ്ട്യമാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്നത്. അത് മനുഷ്യർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി, ശ്രീ ഉല്ലാസ് കോവൂർ, ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ മീഡിയ വണിൽ അങ്ങ് സംസാരിച്ചിരുന്നു. അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ സ്കൂൾ ഒരു CPM ആഭിമുഖ്യമുള്ള മാനേജ്മെൻറ്റാണ് നടത്തുന്നതെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് നല്ലതാണ്. ആ അപകടത്തിൽ മാനേജ്മെൻറ്റ് അത്ര ഉത്തരവാദിയാവണമെന്ന് തോന്നുന്നില്ല. ദൗർഭാഗ്യകരമായെന്നായിരുന്നു അങ്ങയുടെ പ്രതികരണം. ഇപ്പോൾ ആദ്യത്തെ നടപടി എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ സസ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആ അപകടത്തിന് ഹെഡ് മാസ്റ്റർ ആണോ ആദ്യത്തെ ഉത്തരവാദി?